ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൊബൈൽ ലെജൻഡ് എന്ന് പറഞ്ഞൊരു ഗെയിമിലേക്കാണ്. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗായ്സ്, നമ്മൾ ഈ ചാനലിൻ്റെ പേരാണ് ആൽഫ ഗെയിമിംഗ് TND. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്, ആൽഫ ഗെയിമിംഗ് TND തന്നെ. പിന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഗൈസ്. പിന്നെ ഇന്ന് ഞാനൊരു ഹീറോയെ സെലക്ട് ചെയ്യും. പിന്നെ നാളെ നിങ്ങൾ കമൻറ്റിലിടുന്ന ഏതൊരു ഹീറോയെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് കോബ്രയാണ് എടുക്കാൻ പോകുന്നത്. ഗൈസ്, എനിക്ക് കോബ്രേൻ്റെ സ്കിൽസ് ഒന്നും അറിയില്ല. ഞാൻ ഇന്നാണ് അവനെ എടുത്തത്, അതുകൊണ്ട് നമുക്കാകാം. ഇതാണ് ഗൈസ് ടൈമർ. ഇതാ സെറ്റ് ആവുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഹീറോയെ സെലക്ട് ചെയ്യാം. ഓ ഗൈസ്, ഇതല്ല ഗൈസ് ഹീറോ. ഇവനല്ല കോബ്ര. ഇവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് കിട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഇവനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ആപ്പിൽ. ഗൈസ്, ഇവനെ എനിക്കറിയാം. ഇവൻ്റെ പേരാണ് സൺ. പിന്നെ സൂര്യൻ്റെ ശക്തി ഇല്ലാണ്, അതുകൊണ്ട് ഇതെടുത്തത്. ഒരു കുരങ്ങനാണ്. കോബ്ര എന്ന ഗൈസ് വരാത്തത്. ഗൈസ്, ഇതാണ് നമ്മളെ കോബ്ര ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? കോബ്രയ്ക്ക് ഈ പവർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതാന്ന് തോന്നുന്നു ഇവൻ ഏറ്റവും വലിയ പവർ. ഇങ്ങനെ കാണിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മളെ കോബ്ര. ഗൈസ്, നമ്മളെ ടീമിൽ 5 ആളുണ്ട്, ഇവരുടെ ടീമിൽ 5 ആളുണ്ട്. നമുക്ക് കുറേ ഒരു പാലീസ് അങ്ങനെ പറഞ്ഞൊരു സാധനമാണ്. പിന്നെ ഒരു ഡയമണ്ട് ഉണ്ട്. ആ സാധനം നമുക്ക് തകർക്കണം. പക്ഷെ അത് തകർക്കണമെങ്കിൽ നമ്മൾ 2 പാലീസ് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോകാം ഗൈസ്. അതാണ് ഞാൻ അതിന് മുമ്പിലുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് പോകാം. ഗൈസ്, പിന്നെയില്ലേ, നിങ്ങൾ റീജൻ അടിക്കുമ്പോൾ, മൊബൈൽ ലെജൻഡ് കയറ്റിയതാണ്, റീജൻ അടിക്കുമ്പോൾ എപ്പോഴും ഡ്രാഗൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ കിടക്കുന്ന ആൾ, ചെറുതൊന്നും വേണ്ട, വലിയ ഹെൽത്ത് ഉള്ളവർ, അവരുടെ ബാക്കിൽ വിളിച്ചാൽ മതി. കാരണം ആരെങ്കിലും ആക്രമിക്കാൻ വന്നില്ലെങ്കിൽ ഓറൊക്കെ കൊണ്ടിട്ട് അത് ആക്രമിക്കും. പിന്നെ നിങ്ങളൊന്ന് ചെറുങ്ങനെ ശ്രദ്ധിക്കുന്ന ആവശ്യമുണ്ട്. ചിലപ്പം ഓറ് നിങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് വേറെ സ്ഥലത്ത് അങ്ങനെ ആവണം ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത് പാലസ്. അതാണ് നമുക്ക് കൊല്ലേണ്ടത്. അത് നമുക്ക് തകർക്കണം. ഗൈസ്, ഞാൻ ചത്തിരിക്കുന്നു ഗൈസ്. ഷിറ്റ് ഗൈസ്. ഞാൻ പിന്നെയും റീജനായിരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെയും പോകാം. ഗൈസ്, നിങ്ങൾ 1K ലൈക്ക് ഇട്ടാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട് നമ്മളെടുത്ത്. അത് നമ്മൾ ഉടനെ കളിയിലേക്ക് ആക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് കണ്ടോ, ഇവൻ പോകുന്ന സ്ഥലത്തേക്ക് പോകരുത്. ഇവൻ കൂളായിട്ട് പോയാലും അവൻ ഇങ്ങനെ ആക്രമിക്കും. പിന്നെ ഇതാ ഇത് പോകും. ഞാൻ ഈ പ്രാവശ്യം ആടെ ഓടിക്കുന്നത്, കാരണം ഇവിടെ അധികം ആളില്ല ഗൈസ്. ചെറിയ ഈ സാധനങ്ങൾ കണ്ട കുഴപ്പമില്ല, വലുതാണ് കുഴപ്പം ഗൈസ്. വലുതുണ്ടെങ്കിൽ ഏതെങ്കിലും ആളെ പോയിട്ട് ഞാൻ പോകുന്നില്ല. ഓ ഗൈസ്, തകരാനായി ഗൈസ്.
ഓ ഗായ്സ് ഞാൻ ചത്ത് ഗായ്സ് പിന്നെയും ഗായ്സ് എന്ത് കഷ്ട ഗായ്സ് ഞാൻ പിന്നെയും റീജൻ ആയിരിക്കുന്നു. അപ്പം നമുക്ക് പോകാം. എന്താ ഇങ്ങനത്തെ ഡ്രാഗൻ്റെ ബാക്കിലാണ് നമ്മൾ ഒളിക്കാൻ കേട്ടോ. നമുക്ക് പോകാം. അയ്യോ ഗായ്സ് ഞാൻ വെറുതെ അടിച്ചു. ഗായ്സ് ഇവനെയാണ് നമുക്ക് കൊല്ലുന്നത്. അവനടിക്ക് ഗൈസ് ഇതുപോലത്തെ സാധനത്തിൻ്റെ ബാക്കിലെല്ലാം വിളിക്കാം. ഇതുപോലത്തെ അല്ല ഈ ചെറിയതിൻ്റെ ഒന്നും വലുത് ഇതിന് അത്ര ഹെൽത്ത് ഇല്ല ഗൈസ്. ഇതിൻ്റെ അപ്പുറം കിടക്കരുത് കേട്ടോ, അത് നമ്മൾ കെണിയാണ്, നമ്മളെ കൊല്ലും അത്. ഗൈസ് അതാന്ന് തോന്നുന്നു ഗൈസ് ഏറ്റവും പവർഫുൾ നമ്മളെ ഇതിൽ തന്നെ കണ്ടോ. അതായത് കോബ്രേൻ്റെ കടി, അതുകൊണ്ട് എല്ലാവരും ചാവും തോന്നുന്നു ഗൈസ്. ഗൈസ് ഇതാ നമ്മളെ ടീം. ഗൈസ് നമ്മളെ ടീം വന്നിട്ടുണ്ട് ഇവിടെ. ഗൈസ് നമ്മളെ ടീം വന്നാൽ നമുക്ക് പോകാം. നമ്മളെ ഹെൽത്ത് അധികം കുറയായില്ല ഗൈസ്. നമ്മൾ പിന്നീട് ഷിറ്റ് ഗൈസ് എല്ലാവരും ചത്ത്. guys. Guys, ഇവരെയാണ് നമ്മുടെ ശത്രു. ഗൈസ് ഇത് കടന്ന് ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യോ ഗൈസ് പറ്റൂല ഗൈസ്. ഓരോ അടിക്ക് ഓരോ ഹെൽത്ത് പോയി. അതിന് പിന്നെ നല്ല മൂർച്ചയുണ്ട് ഗൈസ്. നമ്മളെ ടീം അതല്ലേ ഓഫ് പാലസിനെ ആക്രമിക്കാണ്ട് എന്തിനാ ഓരോരുത്തർ ആക്രമിക്കുന്ന മണ്ടന്മാർ ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. വെറുതെ ചോറിഞ്ഞ് ഗായ്സ്. അപ്പം നമുക്ക് നോക്കാം. ഗായ്സ് അടി ഗായ്സ്. സമയത്തെ വഴി തന്നെ പോകണം. നമ്മൾ ചിലപ്പം തോക്കും ചിലപ്പം തോക്കൂല. പക്ഷെ നമുക്ക് പോയല്ലേ പറ്റൂ. നമ്മൾ ഈ സാധനത്തേക്ക് ഉണ്ടോ അതിനാണ് നമുക്ക് കൊല്ലേണ്ടത്. അതിൻ്റെ ഹെൽത്ത് കുറയുന്നുണ്ട്. പറഞ്ഞ പോലെ എൻ്റെ ഹെൽത്തും കുറയുന്നുണ്ട്. ഡ്രാഗൻ്റെ ബാക്ക് പോയി റീജൻ അടിക്കാം. നമ്മളെ റീജൻ കഴിഞ്ഞോ? ഇനി പോകാൻ വഴിയില്ല ഗൈസ്. ഈ കളി ഞാൻ തോക്കുന്നുണ്ട്. ഡൗട്ട് നമ്മളെ ഹെൽത്ത് നോക്കൂ.
തോറ്റു. നമുക്ക് റീസെൽ അടിക്കാം. എന്നാൽ കുറച്ച് ഹെൽത്തും കൂടുവാടുന്നു. റീജൻ അടിച്ച് ഉപകാരപ്പെട്ടു ഗൈസ്. നമ്മളെ പാലസിനായോ ആക്രമിക്കുന്നത്? പോകാം അവിടെ തന്നെ. ഇപ്പം നമ്മളെ പാലസിനെ ആക്രമിക്കാൻ അത്ര ധൈര്യമായോ? ഗൈസ് ഇവരാണ് നമ്മളെ പാലസിനെ ആക്രമിക്കാൻ. പകുതി ഹെൽത്ത് തീർത്ത് ഇഷ്ടമാറ്. ഇതിനെ നമുക്ക് കൊല്ലണം ഗൈസ്. അതിനെയും കൊന്ന് നമ്മൾ. ഇനി ഇതിനെയും കൊല്ലണം ഗൈസ്. നമ്മളെ ലക്ഷ്യം അടുത്തത്തേനായി ഗൈസ്. ഗൈസ് ഒരു കോബ്ര കടിയും കൊടുത്തേക്കാം. ഞാൻ വിചാരിച്ചു അങ്ങോട്ട് വന്ന് ഗൈസ്. നമുക്ക് അങ്ങോട്ട് വെക്കാം. ഓരെ സഹായിക്കണം. ഒരു കോബ്ര കടി കിട്ടുന്നതിന്. ഗൈസ് അവരും തീർന്നു. ഇവരിൻ്റെ അടുത്ത് പോകണ്ട. ഇത് കടന്ന് പോയാലേ ഒരു സാധനം കിട്ടും ഗൈസ്. അതിനും അമ്പിടാൻ പറ്റും. ഇവരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. എന്നിട്ട് അവർ പോകുമ്പോൾ നമുക്ക് പോകാം. ഇതേടുന്നപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിനി ഗൈസ്. ഞാൻ തോക്കൂന്നൊരു ഡൗട്ടുണ്ട്. ഇതാ ഇതും അമ്പ് ഇടുവാ. ഗൈസ് നമ്മൾ പിന്നെയും തോറ്റ്. എന്ത് കഷ്ടമല്ലേ? ഇവർക്കല്ല എന്തിൻ്റെ ഗതികേടാണോ അമ്മേ. വെറുതെ നമ്മൾ വീണ്ടും വന്ന്. ഇനി നമ്മൾ നേരെ പോയി അവനങ്ങ് തോക്കുന്ന ഡൗട്ടില്ല. ഇവരൊന്നും നമുക്ക് പിടിയുണ്ട്. ഇവരെല്ലാം നമ്മുടെ വേലസ. ഞാൻ പോയെന്ന് വെച്ചാൽ നേരത്തെ ഒരു അറിയിപ്പുണ്ട്. ഒരു കോബ്ര കടി കൊടുത്തേക്കാം കേട്ടോ ഗൈസ്. എൻ്റെ കോബ്ര കടിക്ക് എല്ലാവരും ചാവും. പക്ഷേ കുറച്ച് ഹെൽത്ത് കൂടുതലാണല്ലോ ഗൈസ്. ഇവരെ നമുക്ക് കൊല്ലേണ്ടി വരും. നമ്മുടെ ടീം കൂടി വരണം. എന്നാലേ നമുക്ക് അകത്ത് പോകാൻ പറ്റും. പോയി. അപ്പോൾ നമുക്കും പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം അല്ലേ ഗൈസ്? ഇതാരാപ്പം ഈ സമയത്ത് വിളിക്കുന്നത്? അത് നമുക്ക് അത് നേരത്തെ ഞാൻ കട്ടാക്കി വിളിച്ചു പോയതാണ്. ഗൈസ് ഇപ്പം നമുക്ക് ഇനി ആക്രമിക്കാൻ പറ്റും ഗൈസ്. നമ്മളെ ലക്ഷ്യം ഇനി അടുത്താണ്. വേഗം എത്തുന്നതായിരിക്കും ഗൈസ്. ഒരു ചെറിയ ബഗ്ഗിൻ്റെ കുഴപ്പമാണ്. അത് വേഗം ക്ലിയർ ആയിക്കോളും ഗൈസ്. ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു ഗുഡ് ലക്ക് ഉണ്ട്. ഈ പെപ്പറിൻ്റെ പവർ കുറേ കിട്ടും. നിന്നടിക്കുക. ഗൈസ് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. അത് ബഗ് കാരണം ഉണ്ടാകുന്നതാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കോബ്ര കടി പോകും ഈ ബഗ് കാരണം. ഭാഗ്യം സ്പീഡല്ലേ പോയിട്ടില്ലോ. ഗൈസ് ഞാനല്ല അതിനെ കൊന്നത്. ഇപ്പം ഗൈസ് ബഗ് ക്ലിയറായി. അപ്പുറത്തേക്ക് പാലസിൻ്റെ എല്ലാവരും ചത്ത. അപ്പോൾ ഒരു പാലസ് ചത്തല്ലേ? ഇവരാണ് നമ്മളെ കൊല്ലാൻ നോക്കിയത്.
വയസ്സ് ഇവരെല്ലാം കൂടിക്കൂടി വരുന്നാണല്ലോ. വെപ്പണ്ട വേറെ കിട്ടിയല്ലേ. ഇവരെ നമുക്ക് കൊല്ലാണ്ട് വരും. അതിൻ്റെ അകത്ത് വെറുതെ പോയതാ. പക്ഷെ കണി കിട്ടാതെ പോയി. ഇവിടെ പോയി റീസൺ അടിക്കാം. ഇത്ര ഹെൽത്ത് കിട്ടിയില്ലല്ലോ. ഇവർ നമ്മളെ സ്ഥലത്തോട്ടല്ലേ പോകുന്നത്? മുമ്പില്ല അവനെ തടയണോ ബാക്കിൽ തടയണോ? ഇവിടെ അല്ലേ പൂരക്കാലക്കടി. ഇവർക്കല്ല എന്തിൻ്റെ കട ഇവരെ അടിക്കുന്നത്? എന്താ കോബ്ര കടി വെറുതെ വേസ്റ്റാക്കി. ഇവരാണ് നമ്മളെ കൊന്നാൻ വന്നത്. നമ്മളെ പാലസിനൊന്നും കുഴപ്പം അത് ഓർമ്മയ്ക്കുള്ളൂ. എനക്ക് ഒരാളെ കൊല്ലുണ്ട്. ഇത് ചത്തിട്ടില്ല. ഇനി ഇത് കടന്ന് പോകണം. ഗൈസ് നടുവിലിരിക്കണം. നമ്മളിപ്പോൾ ചാവുന്ന ഡൗട്ടുണ്ട്. ചത്ത് ആ ഡയമണ്ട് അടിച്ചത് അത് നമുക്ക് എടുക്കണം. ഈ പൊട്ടിച്ചിട്ട് അതിന് നമ്മുടെ ടീം വേണം. നമ്മളെന്നാ റീസൽ അടിക്കാത്ത? ഗൈസ് നമ്മുടെ ടീമായി പാലസ് തകർക്കുമെന്ന് നോക്കുന്നു. തകർക്കുമെന്ന് ഡൗട്ടുണ്ട് ഗൈസ്. നമ്മളെന്നാ റീസൽ അടിക്കാത്ത? ഗൈസ് നമ്മൾ റീസൽ അടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാം. ഗൈസ് എൻ്റെ പാലസിന് എന്താ കുഴപ്പം? 2 പാലസ് പൊട്ടി. ഇനി ഒരു പാലസും കൂടി പൊട്ടിയാൽ നമുക്ക് ഈ ഡയമണ്ട് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മളെ ആക്രമിക്കുന്നത്. ഒരു കോബ്ര കടി കൊടുത്തേക്കാം. അടി 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 അടി. ഇവൻ നമ്മളെ ടീമാണോ? എൻ്റെ വഴി തന്നെ വരുന്നല്ലോ. അല്ല വയസ്സ് എൻ്റെ ടീമല്ല. ഞാൻ ഇപ്പം ചാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ റീസൺ അടിക്കാം. ഫുൾ ഹെൽത്ത് കിട്ടി. കുറേ ആൾ ചത്ത്. ഇനി നമുക്ക് അവിടെ പോകാം. എല്ലാ ടീമും ഗൈസ് ഈ സാധനം വേണ്ട. അതിനാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇത് ആക്കേണ്ട ആവശ്യമുണ്ട്. ഗൈസ് നമ്മൾ അടിക്കുകയാണ്. ഗൈസ് അടിച്ച് പഠിക്കുകയാണ്. അടിച്ചിട്ട് ഗൈസ് അടിക്കുകയാണ്. നമ്മൾ അടിച്ച് റീസൺ അടിച്ചിട്ട് അല്ല റീസൺ അടിക്കാതാണുള്ളത്. എന്താ പറ്റിയേ? ഞാൻ റീസൺ അടിക്കാൻ പഠിക്കുന്നത്. അപ്പം എനിക്ക് ദേഷ്യം പിടിക്കൂലേ? കോബ്ര കടിയും കൊടുത്താൽ ഇനി റീസർ അടിക്കാനോ വേണോ?
ഗൈസ് നമ്മൾ റീസെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഗൈസ് നമ്മൾ ജയിക്കാനായി എന്ന് തോന്നുന്നു. ഇനി അവസാനത്തെ യുദ്ധമാണ്. അടിക്ക് ഗൈസ്. ഗൈസ് നമുക്ക് ഇതാരം പൊട്ടിക്കുന്നത് ഒരു പേടിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതാക്കണം. ഇവനാണ് നമ്മളെ ശത്രു. ഗൈസ് നമ്മൾ മെല്ലെ ഇങ്ങനെ നീങ്ങി കൊടുക്കാം. ഇവൻ അടിച്ചു കൊല്ലണം. ഗൈസ് ഇവരല്ല നമ്മൾ ശത്രു. ഷട്ട് ഡൗൺ. ഗൈസ് കോബ്ര കടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ കുറേ ടീം ആടിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോകാം. ഗൈസ് നമ്മൾ ജയിക്കാനായി. ഗൈസ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഗൈസ് അപ്പം നമ്മൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ ബൈ.